ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ ഒരു ഡിസൈൻ വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഏകദേശം ഒരു 1.5 മീറ്ററോളം ഫാബ്രിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും ഫ്രോക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫാബ്രിക് കൊണ്ട്, ഈ കളർ അധികം ആരും ചെയ്യാത്തൊരു കളറാണ്, അപ്പോൾ ഈ ഒരു കളർ കൊണ്ട് ഞാനൊരു സ്ലിറ്റഡ് കുർത്ത ചെയ്താലോ, സ്ലീവിൽ കുറച്ചൊരു ഡിസൈനൊക്കെ വെച്ചിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് എംബ്രോയ്ഡറി ചെയ്യാനാണ് വിചാരിക്കുന്നത്. എനിക്ക് കുഞ്ഞ് ചെറിയ എംബ്രോയ്ഡറികൾ, ചെറിയ ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ചെറിയ എംബ്രോയ്ഡറി, ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ട് ഡിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ നെക്ക് പാറ്റേൺ വന്നിട്ട് ഞാൻ സ്ക്വയറാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ കുറേ നാളെ ഒരു ഡീപ്പ് സ്ക്വയർ നെക്ക് ചെയ്തിട്ട്, അപ്പോൾ ആ സ്ക്വയർ നെക്ക് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ക്യാൻവാസ് കൊണ്ട് സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റ് നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു സ്ക്വയർ നെക്കാണ് ചെയ്തത്. ഫ്രണ്ട് 7 ഇഞ്ചസും ബാക്ക് 6 ഇഞ്ചസും വെച്ചിട്ട് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു സ്ക്വയർ നെക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഞാനിത് ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ബാക്കിലോട്ട് തിരിച്ച് ഹെമിൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യാനായിട്ട് ഞാൻ സ്ലീവെല്ലാം ക്യാൻവാസിൽ ചെയ്ത് എല്ലാം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അതേപോലെ ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു ടോപ്പിൽ ക്യാൻവാസിൻ്റെ അരികത്തായിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ട്, പിന്നെ നമ്മൾ തിരിച്ച് നമ്മളതിനെ മടക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ക്വയറായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് അതിന് കറക്റ്റായിട്ട് വെച്ചിട്ട് ഹെമിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 നെക്കും സെയിം ഒരേപോലെ തന്നെ ക്യാൻവാസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തെടുത്തത്. നമുക്ക് എന്നാലും ഒരു നീറ്റായിട്ടുള്ള സ്ക്വയർ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കും ഫ്രണ്ടും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാനൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. സാധാരണ നമ്മൾ എപ്പോഴും ഒരു ക്ലോത്ത് മേടിച്ചിട്ട് എംബ്രോയ്ഡറി ഏത് പാർട്ടിലാണോ വേണ്ടത് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം എംബ്രോയ്ഡറി ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയായിരിക്കും നല്ലത്. പക്ഷേ ഞാനിത് ഫസ്റ്റ് എനിക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തപ്പോൾ മൊത്തം പ്ലെയിനായി പോയി. അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വെച്ച് തീരുമാനിച്ചിട്ടാണ് പിന്നെ എംബ്രോയ്ഡറി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ത്രെഡൊക്കെ ബാക്കിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല, നമ്മൾ ഇങ്ങനെ എംബ്രോയ്ഡറി എല്ലാം ചെയ്ത് മാർക്ക് ചെയ്ത് എംബ്രോയ്ഡറി എല്ലാം ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ലൈനിങ് കവർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ അടിഭാഗമൊന്നും കാണാത്ത പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫിനിഷിങ്ങും വളരെ നീറ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ നെക്ക് പാർട്ട് മാർക്ക് ചെയ്ത നെക്ക് പാർട്ടെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ശരി ഇത് മൊത്തം പ്ലെയിൻ ആയിരിക്കുന്നല്ലോ. ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തില്ല, കാരണം അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വീണ്ടും എംബ്രോയ്ഡറി ചെയ്തിട്ട് പിന്നെ ബാക്കി സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. ഇത് കറക്റ്റ് ഒരു ദിവസം എടുത്ത് ചെയ്ത വർക്കാണ് കേട്ടോ. കാരണം നമുക്ക് സ്റ്റിച്ചിങ്ങിന് അത്രയൊന്നും വല്ല ഹാഫ് ആൻ അവർ വരുള്ളൂ. പക്ഷേ നമ്മളതിലൊരു വളരെ ചെറിയ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ചെയ്തെടുക്കാനാണ് എനിക്ക് ഒരുപാട് സമയം എടുത്തത്. അപ്പോൾ 1 ഡേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടായി. 1 ഡേയിൽ ഏകദേശം ഒരു 4-5 hours ഞാൻ ഈ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തു. കാരണം ഞാൻ കുറച്ച് എംബ്രോയ്ഡറി ചെയ്യും, പിന്നെ കുറച്ച് ജോലികൾ തീർക്കും, വീണ്ടും വന്ന് എംബ്രോയ്ഡറി ചെയ്യും. അങ്ങനെ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം എനിക്കൊരു 2-3 days ആയിട്ട് ഭയങ്കര ത്രോട്ട് പെയിനാണ്. അതുകൊണ്ട് എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ നെക്കെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ആം ഹോളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എവിടെയും വലിഞ്ഞ് നിൽക്കാൻ പാടില്ലല്ലോ. നമ്മൾക്ക് എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയും ഇങ്ങനെ കുറച്ചിങ്ങനെ വലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നീറ്റായിട്ട് വരില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ആം ഹോളിൻ്റെ പാർട്ട് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഇതേപോലെ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ എംബ്രോയ്ഡറി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് സ്ലീവൊക്കെ ജോയിൻ ചെയ്യല്ലേ വേണ്ടൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ലൈനിങ്ങിനേക്കാളും കുറച്ച് നമ്മുടെ മെയിൻ ക്ലോത്ത് എപ്പോഴും ലൈനിങ്ങിനേക്കാളും കുറവായിരിക്കും. കാരണം നമ്മൾ ലൈനിങ് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ സൈഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് ഞാൻ ചൂസ് ചെയ്ത എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. ഒരു സൺഫ്ലവറിൻ്റെ ഒരു തീം എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ സൺഫ്ലവേഴ്സ് വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ ഞാൻ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഒരു പിൻട്രസ്റ്റിൽ കണ്ട ഒരു ഇമേജ് ആയിരുന്നു. അപ്പോൾ ഞാനിത് ഡ്രസ്സിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് ലൈറ്റ് ഒരു ബ്രൗണിഷ് ഒരു പീച്ച് കളറുള്ള ഒരു ക്ലോത്ത് ആയതുകൊണ്ട് ഇതിൽ സൺഫ്ലവർ ചെയ്താൽ നന്നായിരിക്കും എന്ന് കരുതി.
അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ പാറ്റേൺ ഞാൻ കാണിച്ചില്ലായിരുന്നു. സ്ലീവിൻ്റെ പാറ്റേൺ ഇങ്ങനെ കുറച്ചൊരു ഫ്രിൽസൊക്കെ വരുന്ന പോലെ ഞാനിങ്ങനെ സ്ലീവിൻ്റെ എൻഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ലൂസ് സ്ലീവ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഫ്രോക്ക് ടൈപ്പ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇത് ഫ്രോക്ക് ടൈപ്പും അല്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനത്തെയൊക്കെ ആഡ് ചെയ്തു നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എംബ്രോയ്ഡറി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടാണ് തീർത്തത്. ഫസ്റ്റ് ഞാനിങ്ങനെ ഒരു ഫ്ലവർ വരച്ചിട്ട് അതിൻ്റെ ഓരോരോ പാർട്ടായിട്ട് തീർക്കുകയാണ് ചെയ്തത്. നൈറ്റ് ഇരുന്നിട്ടാണ് ഒരു ഭാഗം കഴിഞ്ഞത്. പിന്നീടാണ് കാലത്ത് എണീറ്റിട്ടാണ് ഈ ബാക്കി ഭാഗം കൂടെ തീർത്തത്. അപ്പോൾ ഇത് ഞാൻ ഏറ്റവും ചെറിയ നീഡിൽ വെച്ചിട്ടാണ് അത് ചെയ്തത്. കാരണം നമ്മളിതൊരു വെറും 3 കൗണ്ട് മാത്രം, നമ്മളിതിൽ 6 കൗണ്ട്സ് ഉണ്ടാവും. നമ്മൾ ത്രെഡ് മേടിക്കുന്നതിൽ 3 കൗണ്ട്സ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു പാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് നമ്മൾ ബീഡ്സൊക്കെ കോർക്കാൻ യൂസ് ചെയ്യുന്ന 0.5 ഏറ്റവും ചെറിയ നീഡിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പെറ്റൽസൊക്കെ ചെയ്തെടുത്തത്, സൺഫ്ലവറിൻ്റെ പെറ്റൽസ്. ആക്ച്വലി ഞാൻ ഡ്രോയിങ് ചെയ്തതുപോലെയൊന്നല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൻ്റെ പെറ്റൽസൊക്കെ ചെയ്തത്. നമുക്ക് അത് ചെയ്ത് വരുമ്പോൾ എവിടെയാണോ പെർഫെക്റ്റായിട്ട് പെറ്റൽസ് വരുന്നത് ആ ഭാഗത്തോട്ട് നമ്മൾ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാൻ കുറച്ച് കഷ്ടമാണ്. പക്ഷേ നമുക്കിങ്ങനെ ഒരു എംബ്രോയ്ഡറി ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് വലിയ ജോലിയൊന്നുമല്ല. പക്ഷെ നമ്മൾ ചെയ്തിട്ട് ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും വീണ്ടും ചെയ്യാനായിട്ട്. ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കംപ്ലീറ്റ്ലി ഒരു ഫ്ലവറും അതിൻ്റെ ലീഫും, പിന്നെ ഒരു ഫ്ലവറിൻ്റെ പകുതി ഭാഗം ഹാഫ് പോർഷൻ കാണുന്ന പോലെ വേറൊരു ഫ്ലവർ, അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യോക്ക് പോർഷനിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി വരുന്നത്. സ്ലീവിലോ ഒന്നുമില്ല. നമുക്ക് ആ ഒരു ചെസ്റ്റിൻ്റെ ആ സൈഡ് മാത്രം വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് ആമസോണിൽ മേടിച്ചതാണ്. അത് ഡബിൾ ഷെയ്ഡഡിൻ്റെ ത്രെഡായിരുന്നു. വൈറ്റിൽ നിന്ന് യെല്ലോ വരുന്ന പോലുള്ള ഒരു ഡബിൾ ഷെയ്ഡായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ത്രെഡായിരുന്നു അത്. അപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഡബിൾ ഷെയ്ഡ് എംബ്രോയ്ഡറി ത്രെഡെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഡാർക്ക് യെല്ലോന്ന് ലൈറ്റ് യെല്ലോക്ക് വരുന്ന പോലെയാണ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്യാനെടുത്ത ടൈം നിങ്ങൾക്ക് നോക്കാം. ഒരു ഫ്ലവർ ചെയ്യാൻ ഏകദേശം ഒരു 5 മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്ലവർ ചെയ്യാം. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 ഹവറിലൊക്കെ തീർക്കാവുന്നതാണ്. 1.5 ഹവറിൽ നമുക്കൊരു ബോഡി ഫുള്ള് ഫ്ലവർ ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡാണ്. അതിനാണ് ഈ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഇതിൽ ഞാൻ സെൻറ്ററിൽ ആൻറ്റിക് കട്ട് ബീഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരുന്ന ഒരു ആൻറ്റിക് കളർ ബീഡ്സാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സെൻറ്ററിൽ ബീഡ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ലീഫ് കൂടെ ചെയ്യാനുണ്ട്. ലീഫും നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്രീൻ കളറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ നിന്ന് ഡാർക്ക് ഗ്രീൻ വരുന്ന ഷെയ്ഡഡ് ആയിട്ടുള്ള ത്രെഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ലീഫ് നമ്മൾ സെയിം ഞാൻ നേരത്തെ കാണിച്ച അതേപോലത്തുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ സ്റ്റെമ്മ് വരുന്ന കുറച്ച് ഫ്ലവേഴ്സും സ്റ്റെമ്മില്ലാതെ ലീഫ് മാത്രമുള്ള ഫ്ലവേഴ്സായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനലി വന്നിട്ട് ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെയാണ് ഡിസൈൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ, ഞാൻ ഡമ്മിയിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരിക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇതേപോലത്തെ ഡ്രസ്സ് ഡിസൈൻ വിത്ത് മീ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ പ്രതീക്ഷിക്കാം. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതേപോലത്തെ വീഡിയോസ്, ഇതല്ലാതെ ഒത്തിരി ഡ്രസ്സ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ സിമ്പിൾ കുർത്ത എങ്ങനെയുണ്ട് നോക്കാം. ഇതിന് ശേഷം ഞാനിത് എൻ്റെ മെഷർമെൻറ്റിലായിരുന്നു ചെയ്തത്. ഇനി ഞാൻ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കൂടെ കാണിച്ചു തരാം. താങ്ക് യു.